ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പ് കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ള ഒരു പഴയ ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിൽ നിന്ന് നമ്മൾ ചെറിയ ഷോർട്ട്സും അതുപോലെ ഒരു ടോപ്പും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും സെയിം അല്ല, ബാക്കിൽ ബ്ലാക്ക് പ്ലെയിൻ മാത്രമാണ് വരുന്നത്, ഫ്രണ്ടിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്ന ഒരു ടോപ്പാണ് കേട്ടോ. നമുക്കിപ്പോൾ അത് ഇടാനൊന്നും പറ്റില്ല, ഇതിൻ്റെ ഒരു മോഡലൊക്കെ പോയി, പിന്നെ അതെനിക്ക് കുറച്ച് ടൈറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടോപ്പ് ചെയ്യാന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു തുണി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാനതെല്ലാം അഴിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് അഴിച്ചെടുത്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബോഡി പാർട്ടിനുള്ള ആ ഒരു പീസ് രണ്ടെണ്ണമാക്കി എടുക്കണം, ഫ്രണ്ടും ബാക്കും ആയിട്ട് രണ്ടെണ്ണമാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഫ്രണ്ട് പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്ക് പോർഷൻ പ്ലെയിൻ ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്കത് ചെറിയ ക്രോസ് പീസിനും അതുപോലെ ഷോർട്ട്സിന് മാത്രമായിട്ട് അത് എടുക്കാം. അപ്പോൾ ഈ പീസ് ആദ്യം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതായത് ഫ്രണ്ട് പോർഷൻ കേട്ടോ. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനാണ് നമ്മളിവിടെ 2 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം എന്ത് ചെയ്ത് ഓരോന്നായിട്ട് നമ്മളിതുപോലെ സെൻറ്റർ ഫോൾഡ് കൊടുത്തിടുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വലിയ പാറ്റേണും കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന, കാണാൻ നല്ല ഭംഗിയുള്ള, കുട്ടികൾക്ക് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ഒരുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മെഷർമെൻറ്റുകൾ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷോൾഡറാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇതിൽ ഷോൾഡർ അടയാളപ്പെടുത്തുമ്പോൾ ഇതുപോലെ ഞാനൊരു 7.5 ഇഞ്ചോളം ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻഡ് വശത്തായിട്ട് കണ്ടോ, ഓപ്പണിംഗ് വരുന്ന ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ വന്നിട്ട് ഞാനിവിടെ ഒരു 3 ഇഞ്ചാണ്. ആ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുണി നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലൊരു ഭാഗത്തേക്ക് ഒരു 11-12 വീതി കിട്ടുന്ന പോലെയാണ് ഈ തുണി ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചെരിച്ചും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഓപ്പണിങ് നിൽക്കുന്ന ഭാഗത്തുനിന്ന് 1 ഇഞ്ച് ഉള്ളിലേക്കാണ് തുണിയിലേക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ 1 ഇഞ്ചിൽ നിന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ചും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഇതിനകത്ത് മെഷർമെൻറ്റ് വരുന്നുള്ളൂ. ഇനി താഴേക്ക് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് കർവ് ചെയ്തും കൂടെ കൊടുക്കണം. അത്രയാണ് ഇതിനകത്ത് മെഷർമെൻറ്റ് വരുന്നത്. ബാക്കി ഒന്നും നമുക്ക് അടയാളപ്പെടുത്തേണ്ട കേട്ടോ. ചെസ്റ്റോ വേസ്റ്റോ ഒന്നും ഇതിനകത്ത് അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഷേപ്പിന് അത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ള ഷേപ്പിലേക്ക് അത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ താഴേക്ക് വരുമ്പോൾ താഴ്വശത്തായിട്ട് നമുക്കൊരു 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് 1.25 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കർവ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വന്നിട്ടുള്ളത് 16 ഇഞ്ചാണ്. ഇതിനി നമ്മൾ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യും, അതുപോലെ ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അതിൻ്റെ ലെങ്ത്ത് കൂടുതലായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് അതിനനുസരിച്ചിട്ട് കണക്കാക്കി എടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള തുണി അങ്ങനെ തന്നെ ഫോൾഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ ലെങ്ത്ത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത് ഏജ് ഞാൻ പറയാൻ വിട്ടുപോയി, ഒരു 7-8 വയസ്സായ കുട്ടികളുടെ ലെവലിലേക്കാണ്. ഇനി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ പീസ് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്രോസ് പീസ് വേണം, ഒരു 2 സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് വേണം, അത്രയും ഇതിനകത്തേക്ക് വേണ്ടു. അപ്പോൾ ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്യുക എങ്ങനെയാണ് കേട്ടോ, നമുക്ക് ഒരു കോൺ ഷേപ്പിലാക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു 3-4 പീസാക്കി എടുക്കുകയാണ്. ഞാനിങ്ങനെയാണ്, നമുക്ക് തുണി അത്യാവശ്യം ഉണ്ടെങ്കിൽ ക്രോസ് പീസിനായിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനും എളുപ്പമാണ്. മാർക്ക് ചെയ്ത് ഒരുപാട് അളവുകളൊന്നും മാർക്ക് ചെയ്യേണ്ട, അങ്ങനെയൊന്നും ചെയ്യേണ്ട ക്രോസ് പീസ് കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. ഇത് കട്ട് ചെയ്തതിന് ശേഷം കണ്ടോ, നല്ല രീതിക്ക് നമുക്ക് ക്രോസ് പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ചതുരത്തിനുള്ളൊരു പീസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു എൻഡ് ടു എൻഡ് വരെ ഒന്ന് ഇതുപോലെ കോൺ ഷേപ്പിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിന് വീതിയൊന്നുമില്ല കേട്ടോ, വീതി കൂടുതലായാലും കുറവായാലും മടക്കി കൊടുത്താൽ കുഴപ്പമില്ല. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട അളവിലേക്ക് ക്രോസ് പീസിൻ്റെ വീതിക്ക് കട്ട് ചെയ്യണമെന്നുള്ളൂ. ഇനി ബാക്കി വന്നിട്ടുള്ള പീസാണ്, ഇത് ബാക്ക് പോർഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട്സിനുള്ള ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ മുന്നേ ഒരുപാട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ട് പോർഷൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡ് വശം എടുക്കുക. അതായത് എൻഡ് വശം എന്ന് പറഞ്ഞാൽ ഷോൾഡറിൻ്റെ ആ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തല്ലോ 7.5 ഇഞ്ച് എന്നുള്ളത്, ആ മാർക്ക്, ആ ഒരു പോയിൻറ്റ്, ആ പോയിൻറ്റിൽ ഇതുപോലെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതൊരു 14 ഇഞ്ചൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് പ്ലീറ്റ് ഇടാനുള്ള ആ ഒരു ഭാഗം. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള തുണിക്ക് അനുസരിച്ചിട്ട് എടുക്കാൻ ഞാൻ വീണ്ടും പറയാണ്. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 7 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 8 ഇഞ്ചിൻ്റെ ഉള്ളിൽ മതി കേട്ടോ. സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ഈ പ്ലീറ്റ് ഇട്ടതിന് ശേഷം 2 ഭാഗം കൂടെ നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ട് വരുമ്പോൾ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള ഭാഗം ഒരു 7 ഇഞ്ചിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു 7.5, 8-ന് താഴെ നിന്നാൽ മതി കേട്ടോ, എന്നാലാണ് അതൊരു നീറ്റായിട്ട് വരുള്ളൂ. ഇനി ഇതിൻ്റെ എൻഡ് വശത്തായിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ മോശം വശത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. മോശം വശത്ത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് നമ്മൾ ആ പ്ലീറ്റ് ഇട്ട ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ പീസ് നേരെ തിരിച്ചിട്ട് നല്ല വശത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് സ്റ്റിച്ചിങ് കുറച്ചും കൂടി ഭംഗിയാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അതേപോലെ നമ്മൾ നേരെ തിരിച്ച് നല്ല വശത്തേക്കാണ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല വശത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിത് നേരെ നല്ല വശത്ത് നിന്ന് മോശം വശത്തേക്കാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തുണിമയ്ക്കും ഈ ഒരു നമ്മൾ ബ്ലാക്ക് തുണിയാണല്ലോ വെച്ചേക്കുന്നത്, അപ്പോൾ ആ തുണിമയ്ക്ക് കയറി ഇറങ്ങിയൊക്കെ സ്റ്റിച്ച് വരും. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് കറക്റ്റായിട്ട് നമുക്ക് കണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. തുണി രണ്ടും രണ്ട് കളറായിട്ടല്ല വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞാൽ. നേരെ മറിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു പോർഷൻ നമ്മൾ ഇതുപോലെ ചെയ്തു. ഇനി അടുത്ത പോർഷനും ഈ സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് പോർഷനും നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുക്കാം. അത് ആദ്യം തന്നെ നമുക്ക് എല്ലാം ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം. 2 പീസേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കണമെന്നുള്ളത് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കാണിക്കാം. ആദ്യം തന്നെ ഇതെല്ലാം ഞാനൊന്ന് ജോയിൻ്റ് ഇട്ട് എടുക്കുന്നുണ്ട്. ഇത് ജോയിൻ്റ് ഇട്ട് എടുത്തതിന് ശേഷം ഇനി നമുക്കിത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഷോൾഡറിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുക എന്നുള്ളതും അതിൻ്റെ അളവ് എങ്ങനെയാണെന്നുള്ളതും നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ജോയിൻ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 പീസ് വേണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ നീളത്തിന് എടുക്കുകയാണ് ചെയ്തത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ഷോൾഡറിലേക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം നമുക്ക് താഴേക്കാക്കി വെക്കേണ്ടത്. ഇതുപോലെ മോശം വശമാണ് നമ്മുടെ ഫേസിലേക്ക് വെച്ചിട്ടുള്ളത്. ആദ്യം ഒരു പീസ് ഇതുപോലെ നിവർത്തി വെച്ചു. ഇനി അടുത്ത പീസ് എടുക്കാം. ഇത് ഫ്രണ്ട് പോർഷനാണ്. ഇനി ബാക്ക് പോർഷൻ എടുക്കാം. രണ്ടും ഇതുപോലെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ 2 ഭാഗത്തേക്കാണ് നമുക്ക് സ്ട്രാപ്പ് വരേണ്ടത്. അപ്പോൾ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആം ഹോളും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ സ്ട്രാപ്പും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോശം വശത്ത് ആം ഹോളിൻ്റെ കൈക്കുഴി ഉണ്ടല്ലോ, കൈക്കുഴിയുടെ എൻഡിൽ നിന്ന് നമുക്ക് ക്രോസ് പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. സ്റ്റിച്ച് ചെയ്ത് ഈ എൻഡിലെത്തുമ്പോൾ ഒന്ന് ലോക്ക് ചെയ്തിടാം. കണ്ടോ, ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാൻ ആ ഒരു ത്രെഡ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ പോയിന്റിൽ നിന്നാണ് അളവെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പോയിന്റില്ലേ, ആ ഭാഗത്തു നിന്ന് ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ അളന്ന് നോക്കാം. ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് 4.5 ഇഞ്ചാണ്. നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതൊന്ന് വലിയും, അപ്പോൾ ലെങ്ത്ത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ 4.5 ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി ഈ 4.5 ഇഞ്ചിൽ നിന്ന് വേണം നമുക്ക് ബാക്ക് പോർഷൻ്റെ ഷോൾഡർ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് ഞാൻ പറയണേക്കാട്ടും കൂടുതൽ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇനി സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കൈക്കുഴി എത്തുമ്പോൾ നമുക്ക് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, കണ്ടോ. ഇനി ഈ പീസാണ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആം ഹോളും സ്റ്റിച്ചിങ് കഴിഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രാപ്പും കൂടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. രണ്ടും നമ്മളിപ്പോൾ ഒരുമിച്ചാണ് ഇവിടെ സ്റ്റിച്ചിങ് തീർത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ ഭാഗം നമുക്ക് ഫോൾഡ് ചെയ്ത് നല്ല വശത്തേക്ക് ആക്കി കൊടുക്കാം. ആം ഹോളിൽ നമ്മൾ എങ്ങനെയാണോ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യണം അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ആ പോയിന്റ് എത്തും, നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് സ്റ്റാർട്ട് ചെയ്യണ പോയിന്റിൽ ഈ പോയിന്റ് എത്തുമ്പോൾ ആ തുണി കറക്റ്റായിട്ട് 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരു ചെറിയ സ്ട്രാപ്പ് പോലെയാവും. ഇനി ഇത് നേരെ നമുക്ക് അടുത്ത ആം ഹോളിൻ്റെ എൻഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, പെർഫെക്റ്റായിട്ട് നമുക്ക് ആം ഹോളിൻ്റെയും സ്ട്രാപ്പിൻ്റെയും സ്റ്റിച്ചിങ് ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ടോപ്പാണ് കേട്ടോ. ഇങ്ങനത്തെ ഈ ഒരു മോഡൽ അല്ലെങ്കിൽ ഈ പാറ്റേൺ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. കുട്ടികൾക്കും നല്ല ഭംഗിയാണ് ഈ ഒരു ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ. അടുത്ത സൈഡും ഈ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, 2 സൈഡിലെ ആം ഹോളും സ്ട്രാപ്പും നമ്മൾ ഒരുമിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ സ്റ്റിച്ചിങ് ആയിട്ട് ബാക്കിയുള്ളത് സൈഡ് ജോയിൻറ്റ് ചെയ്യുക, അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യലാണ്. അപ്പോൾ അതും കൂടെ ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് മൊത്തം കഴിയും. പിന്നെ ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് 7 to 8 ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിലാണ് കേട്ടോ. ഇത് വേറെ വയസ്സിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ ഷോർട്സിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, കാരണം 2-3 വീഡിയോ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഏജിൻ്റെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ സമയമുള്ളപ്പോൾ കണ്ടു നോക്കി ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, റിവ്യൂസ് അറിയിക്കണം. പിന്നെ നിങ്ങൾ ചെയ്ത ഫോട്ടോസൊക്കെ നമ്മുടെ വാട്സപ്പിൽ അയച്ചു തരണമെങ്കിൽ അയച്ചു തരാം കേട്ടോ. ഒരുപാട് പേര് അയച്ചു തരാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ അടിവശം കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൊത്തം സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് മൊത്തം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ടോപ്പ് നമ്മുടെ കയ്യിൽ ബാലൻസ് തുണിയൊക്കെ ഉണ്ടാവുമല്ലോ, വെട്ട് തുണികളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യാത്ത വലിയൊരു ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടൊരു ഷോർട്ട്സും അതുപോലെ ഇങ്ങനത്തെ ഒരു ടോപ്പും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സമയമുള്ളപ്പോൾ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.